സുന്ദരി അവിടെ നിക്ക്. സുന്ദരി തൃശൂൽ സുന്ദരി പോകുന്ന കണ്ടിട്ട് നമ്മളെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോവാണെന്നാ തോന്നുന്നേ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. വാ നോക്കാം. ദിഗ്വിജയ്, നീ മരിച്ച് സ്വസ്ഥമായി സ്വർഗത്തിൽ പോയിരിക്കെ. നീ ഇല്ലാത്ത ഈ ഭൂമിയില് ഞാനൊരു സ്വർഗം പണിയാൻ പോവാ. ഗുഡ് ബൈ ദിഗ്വിജയ്. തൃശൂൽ നിക്കവിടെ. മുതലാളി, മുതലാളി, കണ്ണൂർക്ക് മുതലാളി, മുതലാളി. അങ്കിൾ, അങ്കിൾ എന്താ പറ്റിയേ? ആരാ അയാള്? അയാൾ എന്തിനാ അങ്കിളിനെ കൊല്ലാൻ നോക്കിയേ? നീ മുതലാളി നോക്ക്, ഞാൻ പോരാ. ഏയ് ആരല്ല നീ? പറയണ എന്തിനാ എന്റെ മുതലാളി കൊല്ലാൻ നോക്കുന്നേ? മാറ്റണം എന്റെ മുഖം. മഹാദേവ, ഇതെന്താ? എനിക്കിപ്പോ എന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് ആ ദുഷ്ടനെ കൊല്ലാനും പറ്റില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. മഹാദേവ, നീ തന്നെ എന്തെങ്കിലും ചെയ്യണം. അവനെ വിട്ടിട്ട് ഇങ്ങോട്ട് വാ വേഗം, പ്ലീസ്. അയാളെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ലോ. ഇനി ഞാനിവിടെ നിന്നാ ഞാൻ ആരാന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഏയ്, ആരാണെന്ന് പറഞ്ഞിട്ട് പോടാ.
തൃശ്ശൂൽ മതി, അവനെ വിട്ടിട്ട് ഇങ്ങോട്ട് വാ വേഗം പ്ലീസ്. മിസ്സായി പോയി. മുതലാളി എന്ത് കാര്യത്തിനാണോ ഇവിടേക്ക് വന്നത്? ഇപ്പൊ അതിനുള്ള സമയമില്ല. അങ്കിളിന് ബോധം പോയിരിക്ക. വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിടിക്കുക, ശ്രദ്ധിച്ച്. അയ്യോ, ഇതെന്ത് പറ്റിയത് ഗോവിന്ദ? എന്താ പറ്റിയത്? എന്താ ഗോവിന്ദ ഇത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? തലയിൽ വലിയൊരു കെട്ടുണ്ടല്ലോ. ദമയന്തി, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ സമാധാനമായിട്ടിരിക്കും. മുതലാളി, തലയിൽ വലിയൊരു മുറിവുള്ളത്. അത് കാണുമ്പോ തന്നെ ആർക്കായാലും ടെൻഷനായി പോവുമല്ലോ. ശരിക്കും എന്താ സംഭവിച്ചത്? നന്ദീശ, എന്നെ ആരോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതാ. അറ്റാക്ക് ചെയ്യേ? മുതലാളി, ഇത് എവിടെ വെച്ചാ സംഭവിച്ചേ? അത് നമ്മുടെ കനകദുർഗയിലുള്ള റിസർവ് ഫോറസ്റ്റിൽ വെച്ച്. കൃത്യസമയത്ത് ശിവാനിയും തൃശൂലും വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമെന്ന് എനിക്കറിയില്ല. തൃശൂൽ എവിടെ? അത് അങ്കിൾ, അവൻ വീടിന്റെ പുറത്തു വരെ വന്നിട്ട് പെട്ടെന്ന് എന്താ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. എന്തായാലും ശരിയായ സമയത്ത് ഇവർ രണ്ടുപേരും അവിടേക്ക് വന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. ഈശ്വരനാ നിങ്ങളെ അങ്ങോട്ട് അയച്ചത്. അയ്യോ അങ്കിൾ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കണ്ടകശനി ഇങ്ങനെ അങ്ങ് പോയിന്ന് വിചാരിച്ചാ മതി, അത്ര തന്നെ. ഓ, ഇത്ര പെട്ടെന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞോ? ഇത്തവണ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഡാഡി, എന്തു ഡാഡി? ഡാഡി, മമ്മി, എന്താ ഡാഡിക്ക് പറ്റിയേ? നന്ദീശാങ്കിൾ, ഡാഡിക്ക് എന്താ പറ്റിയേ? ശിവാനി, ഡാഡിക്ക് എന്താ പറ്റിയെന്ന് പറ. കാം ഡൗൺ ത്രിവിക്രം, ഒന്നും പറ്റിയിട്ടില്ല. ത്രിവിക്രം, ഡോണ്ട് വറി, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ബോഡിയോടെ കിടന്നേനെ. എല്ലാം വെറുതെ ആയിപ്പോയി. ഡാഡിക്ക് എങ്ങനെ ഇത് സംഭവിച്ചത്? നിങ്ങൾ ആരെന്തൊന്ന് പറയാതിരുന്നേ? ആരത് ചെയ്തത്? മുതലാളി, ഇതെങ്ങനെ സംഭവിച്ചത്? അവരെത്ര പേരുണ്ടായിരുന്നു? ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളോ? എന്നെ അവൻ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ആദ്യം കത്തിയെടുത്ത് കൊല്ലാൻ നോക്കി. പക്ഷെ ഞാൻ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഗൺ കൊണ്ടുപോയിരുന്നു. ഞാൻ ഗൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്റെ മേൽ ചാടി വീണു. പെട്ടെന്ന് ബാലൻസ് തെറ്റി ഞാൻ വീണു. ആ സമയത്ത് പെട്ടെന്ന് അവനൊരു കല്ലെടുത്ത് എന്റെ തലയിലിടിച്ചു. എന്നാലും അത് ആരായിരിക്കും മുതലാളി? മുതലാളിക്ക് അങ്ങനെ ആരോടും ഒരു വിദ്വേഷവും ഇല്ലല്ലോ. നിങ്ങളാരാ, നിങ്ങളുടെ കപ്പാസിറ്റി എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാം. വരുവാണെങ്കിൽ കൂട്ടത്തോടെ വരണം. ഇതിപ്പോ ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ അത് മുൻവൈരാഗ്യമുള്ള ആരെങ്കിലും ആവാനാ സാധ്യത. ആ, എനിക്കും അങ്ങനെ തോന്നുന്നത്. മുതലാളിക്ക് പ്രത്യേകിച്ച് ആരോടും വിരോധമില്ല. ഇതുവരെ ആരോടും ഒരു വഴക്കിനും പോയിട്ടുമില്ല. അല്ലളിയ, ആരോ വന്ന് അളിയനെ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറയുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. മുതലാളി, ആരാണവൻ? കാഴ്ചക്ക് എങ്ങനെയുണ്ട്? അത് എന്തെങ്കിലും തെളിവ് കിട്ടി കാണോ? ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഡാഡിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്ന് കാണോ? എനിക്കറിയില്ല നന്ദീശ. അവൻ ഒരു കറുത്ത തുണി കൊണ്ട് മുഖം മറച്ചിരിക്കുകയായിരുന്നു. ഇൻഫാക്ട്
രണ്ട് കൈയിലും ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും അവനെ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തില് ഫുൾ കവറിങ്ങിലാ വന്നത്. നിങ്ങൾ എന്തിനാ കാട്ടിലേക്ക് പോയത്? അവൻ തന്നെ ഫോൺ ചെയ്ത് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞതാ. അല്ലളിയ, അവൻ ഫോൺ ചെയ്തപ്പോ തന്നെ എന്തിനാ അങ്ങോട്ട് ഇറങ്ങി പോയത്? അവൻ ആരാണെന്ന് പോലും അന്വേഷിക്കാതെ. എന്നാലും മുതലാളിക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു. നന്ദീശ, അവൻ വിളിച്ചത് അങ്ങനായിരുന്നു. പോകാതിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്താ അവൻ വിളിച്ചിട്ട് പറഞ്ഞത്? അവൻ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു. നന്ദീശ, നീ മനസ്സിലാക്ക്. അവൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ പേര് പറഞ്ഞ എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പിന്നെന്തൊക്കെയാ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കിട്ടിയ ചാൻസിൽ ഇയാളെ കൊല്ലാൻ പറ്റിയില്ല. ഇയാള് മരിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. അങ്കിൾ, അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ചെയ്തത്. അതെ, ആരോ എന്നെ ഫോളോ ചെയ്ത് എന്റെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കി വെൽ പ്ലാൻഡ് ആയി ചെയ്തതായത്. ഈശ്വരാധീനം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടു വന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മളെല്ലാരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. മുതലാളി, അവൻ ആരാണെങ്കിലും ശരി വെറുതെ വിടാൻ പാടില്ല. അതെ, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. കംപ്ലൈന്റോ? കംപ്ലൈന്റിന്റെ കാര്യമൊന്നുമില്ല. എന്താ കൊച്ചുമുതലാളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ ഇതിന് തക്ക മറുപടി തന്നെ കൊടുക്കണം. എല്ലാം പോലീസുകാർ നോക്കിക്കോളും. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ ഞാൻ ചിലപ്പോൾ പെടും. എന്തെങ്കിലും പറഞ്ഞത് മാറ്റിക്കണം. അതെ അളിയ, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കട്ടെ? അങ്ങളെ കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട. തൽക്കാലം പോലീസിൽ ഇക്കാര്യം അറിയിക്കണ്ട. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവനൊരു പാഠം പഠിപ്പിക്കണ്ടേ നമുക്ക്? എന്തിനാ വിട്ടുകളയുന്നത്? ഇപ്പൊ നമ്മൾ കംപ്ലൈന്റ് കൊടുത്താൽ പോലീസുകാരെല്ലാരും നമ്മുടെ ഈ വീട്ടിൽ കയറി ഇറങ്ങും. ഡാഡി ചോദ്യം ചെയ്യും. ഈ ടൈമിൽ ഡാഡിക്ക് റെസ്റ്റാ വേണ്ടത്. ഡാഡിയെ സ്ട്രെയിൻ ചെയ്യിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ല കൊച്ചുമുതലാളി, ഞാൻ അങ്കിൾ, ഡാഡി ഒന്ന് റിലാക്സ് ആവട്ടെ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. പ്ലീസ് ഡാഡ്, തൽക്കാലം ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി, വിട്ടേക്കടാ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്റെ കാര്യത്തിൽ ഇത്ര ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോ തന്നെ ഞാൻ ഓക്കെയാണ് മോനെ. താങ്ക്സ് ഡാഡി. ദേ വന്നേ, റെസ്റ്റ് എടുക്കാൻ നോക്കാം. പിടിക്കു പോകില്ല. കൊച്ചുമുതലാളി, എന്നാലും അങ്കിൾ ഇവിടുത്തെ ടെൻഷൻ അടിക്കണ്ട. ഈ കാര്യം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. തൃശൂൽ, നിന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും നീ മുതലാളിയുടെ ജീവൻ രക്ഷിച്ചല്ലോ. എന്ത് പുണ്യപ്രവർത്തിയാണ് നീ ചെയ്തത്? ശരിക്കും നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. അച്ഛാ, അദ്ദേഹം നിങ്ങൾക്ക് മാത്രമല്ല മുതലാളി, എന്റെ കൂടി മുതലാളിയല്ലേ. ഇത് നിന്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോ എനിക്ക് എത്ര സന്തോഷം നിനക്കറിയൂ. എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? മുതലാളിക്ക് എന്റെ അച്ഛന്റെ സ്ഥാനം തന്നെയല്ലേ. അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം തന്നെയാ. മോനെ തൃശൂൽ, നീ മുതലാളിയുടെ വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോ എങ്ങനെയാ നിന്നെ പറഞ്ഞൊന്നും മനസ്സിലാക്കാന്ന് കരുതി പേടിച്ചിരിക്കായിരുന്നു ഞാൻ. അച്ഛാ, എനിക്ക് മുതലാളിയുടെ വീട്ടിൽ എല്ലാവരോടും ദേഷ്യമൊന്നുമില്ല. മുതലാളിയോട് എനിക്ക് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ദേഷ്യമുള്ളത് എന്റെ കൊച്ചു മുതലാളിയോട് മാത്രമാ. അതൊക്കെ ഇപ്പോഴും നീ മനസ്സിൽ കൊണ്ടു നടക്ക. വിട്ട് കളയും മോനെ. വാ, നമുക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് പോവാം. മുതലാളി എന്നെ കാത്തിരിക്കുക. ഇല്ല ചേ, ഞാൻ വരുന്നില്ല. എന്താ മോനെ ഇത്? മുതലാളിയെ രക്ഷിച്ച് അവരുടെ ഗേറ്റ് വരെ പോവുകയും ചെയ്തിട്ട് നീ ഇപ്പോ വീടിനകത്തേക്ക് കയറില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ? എന്തിനാ ഇങ്ങനെ ഒരു വാശി? നീ വാ മോനെ. അച്ഛൻ അത് പറഞ്ഞ കാര്യമല്ലേ, അവരുടെ വീട്ടിലേക്ക് ഇനി ഞാൻ കാലെടുത്ത് കുത്തില്ലെന്ന്. അതിപ്പോ എന്ത് കാര്യത്തിന്റെ പേരിലായാലും എന്റെ വാക്ക് ഞാൻ മാറ്റില്ല. നോക്ക് തൃശൂൽ, സംഭവിച്ചു പോയൊരു മുറിവിനെ ഉണക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അല്ലാതെ വീണ്ടും വീണ്ടും അതിൽ തോണ്ടി വഷളാക്കല്ല വേണ്ടത്. അച്ഛൻ മുറിവുണ്ടായത് എന്റെ മനസ്സിലാ. അതിനൊരു മരുന്നുമില്ല, മാറാനും പോകുന്നില്ല. അങ്ങനെയല്ല അച്ഛ പ്ലീസ്, എന്ത് കാരണമായാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് പഴയ പോലെ ഇനി ആവാനും പറ്റില്ല. എന്നെ വെറുതെ ഇങ്ങനെ നിർബന്ധിക്കാൻ നിൽക്കില്ല.
ഇവിടെ എന്താ ചെയ്യുന്നേ? ശിവാനി ടെൻഷനായപ്പോ ഞാൻ ഇന്നൊരു സിഗരറ്റ്. ആദ്യം ഈ ശീലൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. വാ എന്റെ കൂടെ. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിന്? എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ ത്രിവിക്രം? അങ്കിളിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, കംപ്ലൈന്റ് ഒന്നും വേണ്ടെന്ന് നമ്മള് തീരുമാനിച്ചിരുന്നല്ലേ, പിന്നെന്തിനാ നീ ഇങ്ങനെ? എന്ന് വെച്ച് നമ്മൾ മിണ്ടാതിരുന്നാ ശരിയാവില്ല ത്രിവിക്രം. തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു തെറ്റല്ലേ ത്രിവിക്രം? തെറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുന്ന പോലെ. എന്റെ കൂടെ വാ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ത്രിവിക്രം, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? തെറ്റ് ചെയ്തവരെ പേടിക്കേണ്ടത് നീയല്ല. എന്തറിയാ നിനക്ക്? അവനെ നീ കണ്ടിരുന്നോ? അതെ, കണ്ടിരുന്നു. കണ്ടെന്നോ? തൃശ്ശൂരിൽ അവനുമായിട്ട് അടികൂടുന്ന സമയത്ത് അവനെ കുറിച്ചൊരു തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തെളിവോ? എന്ത് തെളിവ്? അത് അവൻ കാണാൻ ഏകദേശം നിന്നെ പോലെ തന്നെയായിരിക്കുന്ന ത്രിവിക്രം. അവന്റെ ഹൈറ്റും പേഴ്സണാലിറ്റിയും എല്ലാം നിന്റേതുപോലെ തന്നെയായിരുന്നു. നീ അവനെ ശരിക്കും കണ്ടോ? അവന്റെ മുഖം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, അപ്പോഴേക്ക് മിസ്സായി പോയി. അവൻ ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. ഇവളോട് വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. ത്രിവിക്രം, വാ നമുക്ക് പോവാം. പോവാനോ? അവിടെ പോയിട്ട് നമ്മൾ എന്താ പറയാ? കാണാൻ എന്നെ പോലെയായിരുന്നു, എന്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു പറയോ? അവരപ്പോ എന്നെ അറസ്റ്റ് ചെയ്ത് എൻക്വയറി ചെയ്യാൻ തുടങ്ങും. നിന്നെ എന്തിനാ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ? എനിക്കറിയില്ലേ, പോലീസിന് ജോലി അങ്ങനെയൊക്കെയാ. അവർക്ക് ആരെ സസ്പെക്ട് ആയിട്ട് തോന്നുന്നോ പോലീസ് അവരെ വിളിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യും. അയ്യോ, അതെങ്ങനെ നടക്കാനാ? നിനക്ക് ജന്മം നൽകിയ അച്ഛനെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ത്രിവിക്രം. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് പോലീസുകാരുടെ പോസിബിലിറ്റി പറ്റി. അതുകൊണ്ടാ കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ. ഇനിയും കംപ്ലൈന്റ് കൊടുത്തേ പറ്റുമെങ്കിൽ നമുക്ക് പോവാം. വേണ്ട വേണ്ട, അത് വിട്ടേക്ക്. ഇപ്പൊ വേണ്ടെന്ന് പറയുന്നത് ശരി, പക്ഷെ പിന്നെ ഇതുപോലെ സംഭവിച്ച അങ്ങനെ സംഭവിക്കാൻ വേണ്ടി തന്നെ ഇപ്പൊ കംപ്ലൈന്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാ ഇപ്പൊ നമ്മൾ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തെന്ന് വിചാരിച്ചോ, അവരതിനുശേഷം എന്ത് ചെയ്യും? കേസ് എല്ലാം ക്ലോസ് ആയതിനു ശേഷം അവർ വീണ്ടും അറ്റാക്ക് ചെയ്യും. അത് എപ്പോ വേണമെങ്കിലും നടക്കാം. ഒരു 2 months 3 months, ചിലപ്പോൾ അതിൽ കൂടുതലും അയക്കാം. അതും ഭയന്ന് ജീവിക്കേണ്ടി വരും നമ്മള്. അതുകൊണ്ട് അവന് വെറുതെ വിടണമെന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. വേറെന്ത് ചെയ്യാനാ? നമ്മൾ ഈ കാര്യം സ്റ്റേഷനിലൊന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുക വേണ്ടത്. അപ്പം നമ്മൾ പേടിച്ചെന്ന് കരുതി അവർ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ആ കറക്റ്റ് സമയത്ത് അവനെ പിടിച്ച് അവൻ ആരാ, എന്താ, എന്തിനാ ഡാഡി അറ്റാക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ശരി, എന്തെങ്കിലും ഒന്ന് ചെയ്യ് ത്രിവിക്രം. ഒരു കാരണവശാലും അവന് വെറുതെ വിടാൻ പാടില്ല. വിടില്ല, ഒരു കാരണവശാലും അവന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ദിഗ്വിജയ, ദിഗ്വിജയ. ഓ, ഗ്രാൻഡ് മദറോ? വരൂ വരൂ വരൂ. ഹായ് മുത്തശ്ശി. ഹായ് മോളെ. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന മോളെ. മുത്തശ്ശിക്ക് സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്ന മോനെ. അമ്മ, ആ, തനിഷ എവിടെ? അവള് വന്നില്ലേ കൂടെ? ഇല്ല, അവള് വീട്ടിലുള്ള 2 പേര് പോരാ, 3 പേര് വേണോന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഭർത്താവായ ഞാനിവിടെ ഉള്ളപ്പോ അവൾക്ക് ഇനി വേറെ ബോയ് ഫ്രണ്ട് വേണം. എടാ പൊട്ടാ, ഒരാളും കൂടെ ആവട്ടെ എന്ന് പറഞ്ഞാലേ വേഗം ഒരു കുട്ടി ഉണ്ടാവണമെന്ന് അമ്മ ഓ, പറഞ്ഞല്ലോ. 3 അല്ല 4 ആയിക്കോട്ടെ. അമ്മേ, മോനെ, ദൈവം നല്ലത് വരുത്തട്ടെ. ക്ഷേത്ര ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ കഴിഞ്ഞു അമ്മേ? കഴിഞ്ഞില്ല, തീർത്തൂന്ന് മാത്രം.